ദേശീയപാതാ നിർമ്മാണം കായംകുളത്ത് നിർത്തിവെക്കണമെന്ന് ദേശീയപാതാധികൃതരോട് തൂണിന്മേലുള്ള ഉയരപാതയ്ക്കായി പ്രക്ഷോഭത്തിലുള്ള സമരസമിതി ആവശ്യപ്പെട്ടു. ദേശീയപാതാ ദുരന്തത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ നിയമിച്ച സാങ്കേതിക വിദഗ്ധരുടെ പഠന റിപ്പോർട്ടിൽ കായംകുളവും പ്രശ്നസ്ഥലമാണെന്ന് കണ്ടെത്തിയതിനാലും അശാസ്ത്രീയ നിർമ്മാണം പുനഃപരിശോധിക്കുന്നതിന് പുതിയ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യം ശക്തമായതിനാലും നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. ദേശീയപാതാ ദുരന്തത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ നിയമിച്ച സാങ്കേതിക വിദഗ്ധരുടെ പഠന റിപ്പോർട്ടിൽ കായംകുളവും പ്രശ്നസ്ഥലമാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലും അശാസ്ത്രീയ നിർമ്മാണം പുനഃപരിശോധിക്കുന്നതിന് പുതിയ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യം ശക്തമായതിനാലും കൊറ്റുകുളങ്ങര മുതൽ മുക്കട വരെയുള്ള ഭാഗത്തെ ദേശീയപാതയുടെ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് ദേശീയപാത അധികൃതരോട് കായംകുളത്തെ എലിവേറ്റഡ് ഹൈവേ സമരസമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ കായംകുളം കായലിൽ നടക്കുന്ന മണൽ ഖനനം പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കുന്നുണ്ടെന്നും മണൽ മാഫിയ വൻതോതിൽ നടത്തുന്ന മണൽ മറിച്ചു വിൽപ്പനയെക്കുറിച്ചും സമഗ്ര അന്വേഷണം നടത്തണമെന്നും സമരസമിതി ചെയർമാൻ അബ്ദുൽ ഹാമിദ് ആയിരത്തിൽ, കൺവീനർ ദിനേശ് ചന്ദ്ര എന്നിവർ ആവശ്യപ്പെട്ടു. CDNet ന്യൂസ്, കായംകുളം.